കില്ലാടികളെ നമ്മളന്ന് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ വേറെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വീട്ടിലല്ലേ കേട്ടത്, നമ്മളൊരു കഫയിലാണ് രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കിലാണ്. അപ്പോഴാണ് ഇതിലുള്ള യൂട്യൂബ് നോക്കുന്ന സമയത്ത് നമ്മുടെ തമിഴ്നാടൻ ശ്രീകാന്ത് ഇതിലുള്ള അറസ്റ്റിലായിരിക്കണം പുള്ളിക്കാരൻ. കൊക്കെയിൻ കേസിൽ, ലഹരി കേസിൽ അറസ്റ്റിലായിരിക്കണം. ഇപ്പൊ നമ്മളെന്ന് വെച്ചാൽ സിനിമ ഇൻഡസ്ട്രിയിൽ കൂടുതൽ കണ്ടുവരുന്ന ഇങ്ങനെയാണ്. അത് വെച്ചാൽ കൂടുതൽ നടന്മാർ ഒക്കെ അറസ്റ്റിലാവുന്നുണ്ട്. ലഹരി കേസുകളൊക്കെയാണ്, കുറേ ലഹരി ഉപയോഗ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ തമിഴ് ഇൻഡസ്ട്രിയിൽ അത്ര കേട്ടിട്ടില്ല, മലയാളം ഇൻഡസ്ട്രിയിലെ കേട്ടിട്ടില്ല. ഈയിടയ്ക്ക് വേണമെങ്കിൽ പറയാം, നമുക്കറിയാവുന്ന സിമിലായിട്ട് കുറേ നടന്മാരെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നോക്കുന്ന സമയത്താണ് നമ്മുടെ നടൻ ശ്രീകാന്ത് അറസ്റ്റിലായിരിക്കണം. എന്തോ ബാറിലൊക്കെ അടിപിടി കേസിന് പോയിട്ട് അറസ്റ്റിലായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് ഇതിലുള്ളത് രക്തസാമ്പം ചെക്ക് ചെയ്യുന്ന സമയത്താണ് ലഹരി ഉപയോഗിക്കുന്നത് മനസ്സിലാവുന്നത്. അപ്പൊ ഇത് എവിടെ നിന്നാ കൊക്കൈൻ വീട്ടിൽ നിന്ന് നോക്കുന്ന സമയത്താണ് ഇതിലുള്ളത് നമ്മുടെ ഒരു പൊളിറ്റീഷ്യൻ നേതാവിന്റെ കിട്ടിയിരിക്കണമെങ്കിലുള്ള അതിൻ്റെ പാർട്ടി ഒന്നും പറയുന്നില്ല. ന്യൂസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ന്യൂസ് 18 എന്ന് പറഞ്ഞ ന്യൂസ് 18 കേരള എന്ന് പറഞ്ഞ ന്യൂസിലാണ് ഈ സംഭവം വന്നിരിക്കുന്നത് കേട്ടോ. സത്യമാണെങ്കിൽ അതാണ് സിനിമ നടന്മാരൊക്കെ നമ്മൾ ശ്രീകാന്തിനെ കാണുന്നത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമ എന്ന് വെച്ചാൽ നൻപനാണ് കേട്ടോ. നൻപനിലെ വിജയിച്ചപ്പോൾ നമ്മുടെ ജീവന്റെ അഭിനയിച്ച ശ്രീകാന്ത് കേട്ടല്ല. പുള്ളിക്കാരൻ പണ്ടൊക്കെ ഭയങ്കര സെറ്റ് ആക്ടറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ്റെ അഭിനയവും കാര്യങ്ങളും, ആ ലുക്കൊക്കെ ഭയങ്കര പൊളിയാണ് കേട്ടോ. എല്ലാവർക്കും ഈ ശമ്പളത്തിൽ ഒരു ചോക്ലേറ്റ്, നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ചാക്കോച്ചൻ കുഞ്ചൊക്കെ പറയുകയാണെങ്കിൽ തമിഴ് ശ്രീകാന്ത് വേണമെങ്കിൽ പറയാറുള്ളത്. അത് പൊളി ലുക്കായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അറസ്റ്റ് ഇപ്പൊ സിനിമ ഫീൽഡിലൊന്നും അത്ര ഇല്ല കേട്ടോ. പുള്ളിക്കാരൻ ഔട്ട്ഡേറ്റഡ് ആയി വേണമെങ്കിൽ പറയാം. ഔട്ട്ഡേറ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അത്ര ഇല്ല പുള്ളിക്കാരൻ്റെ. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ അറസ്റ്റിലായിരിക്കണല്ലോ. അപ്പോൾ ഞാൻ ന്യൂസ് കൂടെ വെക്കട്ടെ, അത് ഞാൻ ബാക്കി പറയാം. ഒരു പാട്ടിന് ഏതായാലും കിട്ടിക്കുന്നത് അതൊക്കെ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ ഞാൻ ബാക്കി പറയാം. ഓക്കെ, നമസ്കാരം. തമിഴ്നാട്ടിൽ സിനിമാ മേഖലയിൽ ലഹരി പടർന്നിരിക്കുകയാണ്. നടൻ ശ്രീകാന്ത് ഇപ്പോൾ ലഹരി കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ശ്രീകാന്തിനെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ശ്രീകാന്ത് തമിഴ് സിനിമാ മേഖലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നായക നടനും കൂടിയാണ്. നമുക്ക് ശ്രീകാന്തിനെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത് നൻപൻ എന്ന ചിത്രം. അതിൽ വിജയോടൊപ്പം തന്നെ വിജയുടെ കൂട്ടുകാരനിൽ ഒരാളായിട്ട് അഭിനയിച്ചത് ശ്രീകാന്ത്. ശങ്കർ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ്. ശ്രീകാന്ത് പക്ഷേ വർഷങ്ങളായി സിനിമാ മേഖലയിലുള്ള ഒരാളാണ്. 2002 തന്നെയാണ് ശ്രീകാന്ത് സിനിമാ മേഖലയിലേക്ക് വരുന്നത് തന്നെ, അത് സജീവമാകുന്നതും ആ ഒരു ഘട്ടത്തിലൊക്കെയാണ്. പക്ഷെ ശ്രീകാന്തിന്റെ കയ്യിൽ നിന്നും കൊക്കെയിൻ പിടികൂടുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അതിൽ അക്ഷരാർത്ഥത്തിൽ തമിഴ് സിനിമാ ലോകം ഞെട്ടിയിരിക്കുകയാണ്. ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്ത വഴിയും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആരും അറിയില്ല, ബാറിൽ എവിടെയോ നടന്ന ഒരു അടിപിടി കേസായിരുന്നു ശ്രീകാന്തിന് ഇപ്പോൾ അറസ്റ്റിലേക്ക് വരെ എത്തിപ്പെടാനുള്ള ഒരു കാരണം. തിങ്കളാഴ്ച പോലീസിന് തന്നെ ആന്റി നർക്കോട്ടിക്സ് വിഭാഗം ശ്രീകാന്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു. അതിന് പിന്നാലെയാണ് ശ്രീകാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ശ്രീകാന്തിന് എവിടെ നിന്നാണ് ഈ കൊക്കെയിൻ കിട്ടുന്നത്? ശ്രീകാന്തിന് കൊക്കെയിൻ കിട്ടുന്നത് അണ്ണാ-ഡി-എം-കെ മുൻ നേതാവായ പ്രസാദിന്റെ കയ്യിലാണ്. ഈ പ്രസാദിനെ എങ്ങനെയാണ് പോലീസ് പിടികൂടുന്നത്? പ്രസാദ് ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളാണ്. പ്രസാദ് ഒരു ദിവസം ബാറിൽ ഒരു അടിപിടി കേസ് ഉണ്ടാവും. അവിടെ ആ അടിപിടി കേസിൽ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടെ വെച്ച് പ്രസാദ് പോലീസ് നൽകുന്ന മൊഴി പ്രകാരം പ്രസാദ് പറയുന്നത് താൻ തമിഴ് നടൻ ശ്രീകാന്തിനും ലഹരി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസ് ഞെട്ടി. അതിനോടൊപ്പം പ്രസാദ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 1 ഗ്രാം കൊക്കെയിൻ പ്രസാദ് ശ്രീകാന്തിന് നൽകി. ശ്രീകാന്ത് അതിന് പ്രസാദിന് തിരിച്ചു നൽകിയത് 12,000 രൂപയാണ് എന്നുള്ളതാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുന്നതിനിടെയാണ് ശ്രീകാന്തിനെ ആന്റി നർക്കോട്ടിക് സെല്ല് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഈ കഥ. നിലവിൽ ശ്രീകാന്തിന്റെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു. പരിശോധനാ ഫലത്തിൽ ശ്രീകാന്ത് ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാഥമികമായ വിവരം. അതായത് മലയാളത്തിൽ ഇവിടെ ലഹരി കേസുകൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇവിടെ താരങ്ങളെ അറസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് പോലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് മലയാള സിനിമാ മേഖലയിൽ മാത്രമാണോ ഈ ലഹരി ഉപയോഗം എന്നുള്ളതാണ്. മറ്റു ഭാഷയിൽ നിന്നുള്ള താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്നിട്ട് മലയാള സിനിമാ ലോകത്ത് ഇത്രയധികം ലഹരി ഉപയോഗം ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വരെ ഉന്നയിച്ചിരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ തമിഴ് സിനിമാ മേഖലയെ നിഴലിൽ നിർത്തുന്ന രീതിയിലേക്ക് ശ്രീകാന്തിന്റെ അറസ്റ്റ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതും പറയുന്നത്. ഇതിനകത്ത് മറ്റു പല വസ്തുതകളുമുണ്ട്. ശ്രീകാന്തിനെ പോലൊരു പ്രധാനപ്പെട്ട താരത്തെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി തമിഴ് സിനിമയിൽ ലഹരിയുടെ ഉപയോഗം എത്രമാത്രമാണ് എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. ഷൂട്ടിംഗ് സെറ്റുകൾക്കിടയിൽ, ടെക്നീഷ്യന്മാരുടെ ഇടയിൽ ഇതുപോലുള്ള ലഹരി ഉപയോഗം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യം കൂടിയാണ് ശ്രീകാന്തിന്റെ അറസ്റ്റിലൂടെ ഉണ്ടാകുന്നത്. പ്രസാദ് പോലീസിനോട് പറഞ്ഞത് തനിക്ക് ലഹരി കിട്ടിയത് ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു നൈജീരിയൻ പൗരൻ വഴിയാണ്. നൈജീരിയൻ പൗരൻ പ്രസാദ് ലഹരി കൊടുക്കുന്നു, പ്രസാദ് ശ്രീകാന്തിന് കൈമാറും. ഇതാണ് ഇതിന്റെ ചങ്ങല എന്നുള്ളതാണ് പ്രസാദ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി ഇനി സംഭവിക്കാൻ പോകുന്നത് തമിഴ് സിനിമാ മേഖലയിൽ ഒട്ടാകെ ഇനി ഒരു അന്വേഷണം നടക്കും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട്. ശ്രീകാന്ത് ഇനി ആരുടെയൊക്കെ പേരാണ് പറയാൻ പോകുന്നത് അറിയില്ല. സ്വാഭാവികമായിട്ടും ശ്രീകാന്തിനെ പോലൊരു മുൻനിര താരം സിനിമാ മേഖലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ സിനിമകളുണ്ട്, അദ്ദേഹത്തിന്റെ പേരിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സിനിമകളുമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ സിനിമാ മേഖലയിൽ വ്യാപകമായി ഈ ലഹരി ഉപയോഗം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന പമ്പൻ പേരുകൾ ആരൊക്കെയാണ്? തമിഴ് സിനിമാ മേഖലയെ തന്നെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള പേരുകൾ
ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇതൊക്കെയാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. കാരണം ശ്രീകാന്തിന്റെ അറസ്റ്റ് വലിയൊരു കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചെറിയ സംഭവമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കില്ല. കാരണം തമിഴിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരത്തിന്റെ അറസ്റ്റ് കൂടി വരുമ്പോഴേക്കും തമിഴ് സിനിമാ മേഖലയൊട്ടാകെ തന്നെ ഒരു ചോദ്യം ചെയ്യലിൽ വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ ശ്രീകാന്തിന്റെ പരിശോധനാ ഫലത്തിൽ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശ്രീകാന്തിന്റെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഇനി ആരുടെയെങ്കിലും പേര് പരാമർശിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ്. തമിഴ് സിനിമാ മേഖലയിൽ ഇതുപോലുള്ള ലഹരി ഉപയോഗം വളരെ വലിയ രീതിയിൽ വരുന്നുണ്ടോ എന്നുള്ളതും കൂടി അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സായി ശ്രീകാന്തിന്റെ ഈ ഒരു അറസ്റ്റ് മാറുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ സിനിമാ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ അതാണെങ്കിലും കണ്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രീകാന്ത് അറസ്റ്റിലായിരിക്കാൻ ഇടയ്ക്കില്ല. അപ്പൊ ശ്രീകാന്തിനെ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു പൊളിറ്റീഷ്യൻ നേതാവാണ്. ഞാൻ പിന്നെയും റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല, നിങ്ങളുടെ ന്യൂസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊന്നും സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു സിനിമയിൽ ഒരാൾക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ വെച്ച് ഇന്റർ കണക്റ്റഡ് ആയി പോകും. പത്ത് നിമിഷം ഷൂട്ടിംഗ് സൈറ്റിലൂടെ ചിലപ്പോൾ വേറെ ആരും ഉപയോഗിക്കുന്നുണ്ടാവും. ആ ന്യൂസിൽ പറഞ്ഞ പോലെ അങ്ങനെ ഒരു മണി ചെയ്യാൻ പോലെയാണ് കിട്ടുന്നത്. ഇപ്പൊ ഈ ഇങ്ങനത്തെ ലഹരി എന്നൊക്കെ പറഞ്ഞു മണി ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ആ സോഴ്സ് എവിടെ നിന്ന് അറിയുകയില്ല. അവിടെ നിന്ന് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ലിങ്ക് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും സീരിയസ് ആയിട്ട്. ഇപ്പൊ നമ്മളെ സ്കൂളിൽ ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ചിലർ അങ്ങനത്തെ എക്സൈസ് വന്നിട്ട് കുറച്ച് പേരെ പിടിച്ചിട്ടുണ്ട്. ഈ അവന്മാർ പെട്ടെന്ന് വേറെ അവിടെ ഇരിക്കും. അവന്മാർ എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫുൾ സ്കൂൾ പിള്ളേർക്കാണ്. ഇവൻ മറ്റവനെ കൊടുക്കും, മറ്റവൻ അവനെ കൊടുക്കും. അതുപോലെ ഇപ്പോൾ സിനിമ സൈറ്റിൽ ഇപ്പോൾ ശ്രീകാന്തിന് കിട്ടി, ശ്രീകാന്തിന് മറ്റാർക്കും കൊടുക്കില്ല എന്നുണ്ടോ ഉറപ്പ്, അല്ലെങ്കിൽ അവിടെ ആരൊക്കെ യൂസ് ചെയ്യില്ലെന്നുണ്ടോ ഉറപ്പ്. അതാണ് കിട്ടുന്നത്. അതാണ് ലഹരിയുടെ മെയിൻ പ്രശ്നം. ഇത് സിനിമ ഫീൽഡിലുള്ളവർ ഉപയോഗിക്കരുത്, ആരും ഉപയോഗിക്കരുതില്ല. മെയിനായിട്ട് സിനിമ ഫീൽഡിലുള്ള ഉപയോഗിച്ച് എന്താ സംഭവം അറിയോ, പെട്ടെന്ന് ന്യൂസ് ലീക്കായി എല്ലാവരും എത്തിയില്ല. അതാണ് സംഭവം. നമ്മളുള്ള ഫെയിം കൂടി പോകും, അല്ലെങ്കിൽ അവരുള്ള വില കൂടി പോകും. സീരിയസ് ആയിട്ട് നമ്മളെ പെട്ടെന്ന് ഒരു ഇതിൽ റീച്ച് ആവുമായിരിക്കാം. ബട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് റീച്ച് ആണ് കേട്ടോ. സീരിയസ് ആയിട്ട് ഇപ്പൊ നടന്മാർക്ക് അല്ലെങ്കിൽ മറ്റവർക്കൊക്കെ നെഗറ്റീവ് ക്യാമ്പയിൻ ഉണ്ടോ. പക്ഷെ ഇത് പുള്ളിക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സാമ്പിൾ പരിശോധിച്ച സമയത്ത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അറസ്റ്റിലാക്കി പെടുത്തില്ല. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നടന്ന ഒരു നൈജീരിയക്കാരൻ അങ്ങനത്തെ പെരുന്നതാണ് പറഞ്ഞു ന്യൂസിൽ പറഞ്ഞത്. അപ്പൊ അവൻ എവിടെ നിന്ന് കിട്ടുന്നത് മനസ്സിലാക്കണം. ലഹരി മെയിനായിട്ട് ഇവിടെ ഇറക്കണതേ നിർത്തണമെങ്കിൽ സീരിയസ് ആയിട്ട് പക്ഷേ അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ സ്റ്റോപ്പ് ചെയ്യുന്ന വേണം. ശ്രീകാന്തിന്റെ അറസ്റ്റിലായി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴി മനസ്സിലാക്കാം.